5 വർഷത്തിനു മുമ്പ് രാജ്യസുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണ് എന്ന് പറഞ്ഞ് നിരോധിക്കപ്പെട്ട ചൈനീസ് ഫാഷൻ ബ്രാൻഡ് ഷീൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 2031 $50 മില്യൺ വളരുമെന്ന് അനുമാനിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഫാസ്റ്റ് ഫാഷൻ സെഗ്മെന്റിലേക്ക് വാൾമാർട്ടിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഫ്ലിപ്കാർട്ടിന്റെ മിന്ത്രയ്ക്കും ടാറ്റയുടെ ട്രെൻഡിനും ഭീഷണിയായാണ് ഷീനിന്റെ മടങ്ങിവരവ്. ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിനൊപ്പമാണ് 2012 ചൈനയിൽ തുടങ്ങി പിന്നീട് സിംഗപ്പൂരിലേക്ക് ആസ്ഥാനം മാറ്റിയ ഷീനിന്റെ രണ്ടാം വരവ്. 2020 ജൂണിന് മുമ്പ് ജെൻസിയുടെ പ്രിയപ്പെട്ട ഫാഷൻ ആപ്പായിരുന്ന ഷീൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ 2 പ്രധാന നിബന്ധനകൾ അംഗീകരിച്ചതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് പുതിയ അമേരിക്കൻ ചുങ്കക്കുരുക്കിൽ ചൈനീസ് കമ്പനികൾ ആടിയുലയുന്ന ഈ സമയത്ത് ഷീനിന്റെ ഇന്ത്യയിലെ മുഴുവൻ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിലിനായിരിക്കും. ഈ പ്ലാറ്റ്ഫോം മുഴുവനായും ഇന്ത്യൻ വിവരസാങ്കേതിക ഘടനയ്ക്കുള്ളിലായിരിക്കും പ്രവർത്തിക്കുക. അതോടൊപ്പം ഈ പ്ലാറ്റ്ഫോം വഴി ശേഖരിക്കപ്പെടുന്ന ഉപഭോക്താക്കളുടെ ഡാറ്റയിൽ ഷീനിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല. ഷീൻ എത്ര ഷൈൻ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.